പത്തരമാറ്റ് സീരിയലിലെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു അനി അവിടെ ഉള്ളപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതേസമയം ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആദർശൻ നയനയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. നന്ദു വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, ആദർശേട്ടന് നയനേച്ചി ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കേട്ട അനി പറയുകയാണ്, എനിക്കറിയാം നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന്. നിനക്കറിയാമല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണം നയനേച്ചിയാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് ആ അനാമികയും അവളുടെ അമ്മയും. അവൾ എനിക്ക് ചേർന്ന പെണ്ണല്ല എന്ന് പണ്ടേ എനിക്കറിയാമായിരുന്നു. പക്ഷെ വിധി അവളെ എൻ്റെ തലയിൽ കൊണ്ടുവച്ചു. ആ അനാമികയോ അവളുടെ അമ്മയുമാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അബിയും അപ്പച്ചിയും, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ചെയ്തത് എന്നൊക്കെ പറയുകയാണ് അനി. ഒരു തെറ്റും ചെയ്യാത്ത നയനേച്ചിയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. നയനേച്ചി നവ്യേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ച പാലായിരുന്നു. സാരമില്ല അനി, സംഭവിക്കാനുള്ളതിനെ സംഭവിച്ചു. ഇനിയെങ്കിലും അനാമികയുടെ കൂടെ നീ സന്തോഷത്തോടെ ജീവിക്കണം. അല്ലെങ്കിൽ ബാധിക്കാൻ പോകുന്നത് എൻ്റെ ചേച്ചിയെ തന്നെയാണ്. ചേച്ചിയായിരിക്കും നിങ്ങളെ തെറ്റിച്ചത് എന്ന സംസാരമൊക്കെ വരും എന്നൊക്കെ പറയുകയാണ് നന്ദു. അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നീ അവളെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയേനെ എന്നൊക്കെ പറയുകയാണ് അനി. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അനിയും നന്ദു സംസാരിക്കുന്നത് കണ്ട് ദേഷ്യം സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അനാമിക. ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് നിന്റെ പഴയ കാമുകിയുമായിട്ട് സംസാരിച്ചിരിക്കുകയാണോ നീ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക. സമയത്ത് നന്ദു പറയുകയാണ്, ഞാൻ അനിയുണ്ടെന്ന് കരുതി വന്നതല്ല, ആദർശേട്ടന് നയനേത്തി ഉണ്ടെന്ന് കരുതി വന്നതാണ്. എനിക്ക് പോയ കാര്യം അനിയാണ് എന്നോട് പറഞ്ഞത്, അല്ലാതെ ഞാൻ അനിയെ കാണാൻ വേണ്ടി വന്നതല്ല എന്നൊക്കെ പറയുകയാണ് അനാമിക. അത് കേട്ട് അനാമിക പറയുകയാണ്, അതൊക്കെ നിങ്ങളുടെ പ്ലാനാണ്. അല്ലെങ്കിൽ ആദർശേട്ടനും നയനേത്തിയും പോയ സമയം നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തുക എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. എൻ്റെ മുന്നിൽ നിങ്ങൾ പൊട്ടന്മാരാകാൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അനാമിക കലി തുള്ളി നിൽക്കുകയാണ്. കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ വീട്ടിലെത്തിയ ആദർശൻ നയനയും കൂടി മുത്തശ്ശനോട് പറയുന്നുണ്ട്, അമ്മയുടെ നില ക്രിട്ടിക്കലാണ്. ഐസിയുയിൽ ഞാനും നയനയും അമ്മയെ കണ്ടിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് നയനയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഐസിയിൽ വെച്ച് അമ്മ നയനയെ ആട്ടി ഓടിക്കുന്നത് പോലെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് നയനയാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു പക്ഷേ അമ്മയ്ക്ക് രക്തം നൽകിയത് നയനയാണെന്ന കാര്യം അമ്മ അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന കാര്യം എനിക്ക് അറിയില്ല മുത്തശ്ശ എന്നൊക്കെ പറയുകയാണ് ആദർശ്. മോനി ദേവിയാനി നയനയുടെ മൊത്തം മനസ്സിലാകുന്നൊരു ദിവസം ഉണ്ടായിരിക്കും, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. നയനയാണ് പാലിൽ വിഷം കലക്കിയത് എന്നാണ് അമ്മ പറയുന്നത്. അതുകൂടി തന്നെ അമ്മ നയനയോട് വലിയ ദേഷ്യത്തിലാണ്. ഇക്കാര്യമൊക്കെ ദേവിയാനിയോട് ആരാണ് പറഞ്ഞത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അത് കേട്ട് ആദർശ് പറയുകയാണ്, അത് മറ്റാരുമല്ല അനാമികയും അവളുടെ അമ്മയും. ആ അനാമികയും അവളുടെ അമ്മയും ഐസിയിൽ ചെന്ന് അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ട് മുത്തശ്ശൻ പറയുകയാണ്, ദേവയാനി ഇങ്ങോട്ട് തിരിച്ചെത്തട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം അപ്പോൾ തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. അത് കഴിഞ്ഞ് ആദർശൻ നയനി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ നന്ദു ഉണ്ട്. നമ്മുടെ നയനിയാണെങ്കിൽ ആകെ കലി തുള്ളി നിൽക്കുകയാണ്. എന്നിട്ട് നയനിയോട് പറയുകയാണ്, നീയും ആദർശേട്ടനും ഇവിടെ നിന്ന് പോയിട്ട് നന്ദുവിനും എനിക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്.